നിങ്ങളുടെ മരുമോൻ കള്ളനാണ്, ചോർ. ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. 2 പ്രാവശ്യം എവറസ്റ്റ് കയറിയ ഷെർപ്പയാണവൻ. 7 പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിയ ലക്പ ഷെർപ്പയുടെ മകൻ. ജോൺ ഹാർപ്പർ ആദ്യമായി എവറസ്റ്റ് കീഴടക്കാൻ വന്നപ്പോൾ സഹായത്തിനായി സമീപിച്ചത് വീറിന്റെ അച്ഛനെയായിരുന്നു. 65 വയസ്സുള്ള ഹാർപ്പറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എവറസ്റ്റ് കീഴടക്കുക എന്നത്. വീറിന്റെ അച്ഛനോടൊപ്പം കഠിനമായ ആ ദൗത്യത്തിൽ ഞാനും വീറും ഒപ്പം കൂടി. ഏകദേശം പകുതിയോളം വലിയ തടസ്സങ്ങളില്ലാതെ തന്നെ ഞങ്ങൾ കയറി. പെട്ടെന്ന് കാലാവസ്ഥ മാറി. ശക്തമായ ശീതക്കാറ്റിൽ മഞ്ഞിടിഞ്ഞു. ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. രക്ഷാപ്രവർത്തകർക്ക് ഞങ്ങളെ 3 പേരെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. വീറിന്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് വീണ് മറയുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വന്നവനാണ് വീർ. ആ അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ് എൻ്റെ ഈ കൈ. നഷ്ടപ്പെട്ട അച്ഛനു പകരം ജോൺ ഹാർപ്പർ വെച്ച് നീട്ടിയ സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെച്ചവനാണ് അവൻ. അവനത് ചെയ്യില്ല. അവൻ ഒരിക്കലും മോഷ്ടിക്കില്ല. എവറസ്റ്റിൽ മരിക്കുന്നവരുടെ ശരീരം തിരിച്ചു കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. 100ഓളം മൃതശരീരങ്ങൾ ഇന്നും അവിടെയുണ്ട്. വീർ ഷെർപ്പയുടെ അച്ഛന്റെ ശരീരവും. അച്ഛൻ മരിച്ചതോടെ വീർ ഷെർപ്പയുടെ അമ്മ ആകെ തകർന്നു. അവൻ അവരുടെ ഒരേ ഒരു മകനാണ്. അവൻ ഇനി ഒരിക്കലും എവറസ്റ്റ് കയറാൻ വിടില്ല എന്ന് അവർ തീരുമാനിച്ചു. അവനോട് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ അടുത്തെത്തി. അവിടെ അവൻ സന്തോഷവാനായിരുന്നു. आप लोगों के पास पहुंचा और बहुत खुश थे। तो उसने चोरी नहीं किया तो फिर क्यों वहां से भागा? ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോയ ജോൺ ഹാർപ്പർ വീണ്ടും വന്നു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീറിന്റെ നമ്പർ ജോൺ ഹാർപ്പറിന് കൈമാറി. Alright, thank you. ജീവൻ പണയം വെച്ച് എവറസ്റ്റ് കയറുന്നവരെ സഹായിക്കുന്നവരാണ് ഞങ്ങൾ ഷെർപ്പകൾ. വീർ മോഷ്ടിക്കുമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. സത്യം അറിയുന്നതുവരെ നിങ്ങളിവിടെ നിൽക്കണം, ഞങ്ങളുടെ അതിഥികളായി. चाचा, കള്ളനാണെങ്കിൽ അവനൊരു കഥയുള്ളവനായിരുന്നു കേട്ടോ. ഒരു കഥയാ? 3-4 കഥ, അത് പല ഭാഷയിലും. ഒന്നും എനിക്ക് മനസ്സിലാവാത്തത്. ആ ഗൂർക്ക ഭരണമായിട്ട് നീ ഇവിടെ നിൽക്കാൻ പോണാ? ചേട്ടാ, ലോട്ടറി സബ്മിറ്റ് ചെയ്യാൻ കുറച്ച് ദിവസമുള്ളൂ. അതിനിടയിൽ അവൻ വരൂല്ലേ എന്ന് കൂടി നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോട്ടറി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ട് ഈ സോലൂക്കുമ്പോ വിടും. ഓ, 5ന്റെ പൈസ കയ്യിലില്ല, എന്നാലും 5,000 ഒരു കുറവില്ല. അവൻ വരുന്നവരേക്ക് എങ്ങനെ ഞണ്ണം? എന്റെ പരിഞ്ഞപ്പ, നമ്മളിപ്പോ അവരുടെ അതിഥികളാണ്. അവര് നോക്കിക്കോളും. പരിഞ്ഞപ്പ മുടക്കണ്ട കാശൊന്നും. എടി, എന്തായാലും ഞാൻ അവനെ കണ്ടിട്ട് തിരിച്ചു വരുന്നുള്ളൂ, ഉറപ്പാണ്. നീ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി. ഒടുക്കത്തെ തണുപ്പ് കാരണം മര്യാദയ്ക്ക് ഒന്ന് കുളിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഡെയിലി കുളിച്ചപ്പിട്ട് പല്ലിയ ചടക്കണല്ല. എടാ, നീ അവനോട് ഒന്ന് പറയടാ, കുടുംബത്ത് പോവാന്ന്. എനിക്കാണെങ്കിൽ ഇപ്പൊ വരുമാനം ഇല്ലാണ്ടായി. എന്താ ഇവിടെ ഇപ്പൊ ചെലവൊന്നും ഇല്ലല്ലോ. ചെലവൊക്കെ അവന്റെ വീട്ടിൽ നിന്നല്ലേ. നീയൊക്കെ ചെലവാക്കിയല്ലേ എനിക്ക് വരവുണ്ടാവൂ. ഒരു കാര്യം ചെയ്യ്, പരിഞ്ഞപ്പന് ചെലവാക്കാൻ വേണ്ടി ഡെയിലി കുറെ പടക്കം മേടിച്ച് അങ്ങ് പിടിച്ചാലാ. പടക്കം ഈ തണുപ്പത്താ? ആറ്റമ്പ് പൊട്ടൂല, പിന്നെയാണ് പടക്കം. എന്നടാ ജാൻസി എന്ത് പറഞ്ഞടാ? ലോട്ടറി പോയത് നേപ്പാളിൽ നമ്മൾ വന്നതൊക്കെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഇനി ലോട്ടറി ഇല്ലാണ്ട് തിരിച്ചു പോയ നാണക്കേടാ. ഞാൻ എന്തായാലും അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവനെ കണ്ടിട്ട് എന്തായാലും തിരിച്ചു വരുള്ളൂ.
ഡാ ഇനി അവൻ ഒരിക്കലും വന്നില്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യും? ബേബി മോനെ, അതെ പോയത് പോയി, അത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. ഈ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിന്റെ ലോട്ടറിയുടെ കമ്മീഷൻ കാശ് എന്ന് കിട്ടും. പരിഞ്ഞപ്പാ വലയെ കയറിയ മീനെ പിന്നെ ചൂട്ടിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെടൂല, കാശ് എന്റെ ആണല്ല. ഈ കാശ് എന്ന് പറഞ്ഞ എന്തൊരു നാളെ പറഞ്ഞപ്പോ പറയണത് എന്തൊരു ആക്രാന്തം പറഞ്ഞപ്പാ. എടാ ആക്രാന്തം കാണിച്ച് വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയത് അലക്സാണ്ടർ ഈ കാശ് നിനക്കറിയാമോ? അതെ, ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യാനേട്ടൻ? ആകെ കൂടിയുള്ള അനന്തരാവകാശി ഞാനാണ്, എനിക്ക് വേണ്ട. പിന്നെ കുഴിയിലോട്ട് പോകുമ്പോൾ പരിഞ്ഞപ്പം കൊണ്ടുപോകോ? ഇതുപോലെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു അലക്സാണ്ടർ ഉണ്ട്, കേട്ടണ്ട? പലിശക്കാരനാണോ? രാജാവായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ്. കുടുംബ യൂണിറ്റിന്റെ വാർഷികത്തിന് ഞാൻ കളിച്ചിരുന്ന നാടകം മെയിൻ നടൻ ഞാനായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി. അവസാനം അയാൾ മരിച്ച് ബോഡി കൊണ്ടുപോയപ്പോഴേ 2 കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കണായിരുന്നു. അതെന്താ 2 കൈയും പുറത്തേക്ക് ഇട്ടേക്കണം? എത്രയൊക്കെ കാശുണ്ടാക്കിയാലും ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാണിക്കാൻ. ചരിത്രമാണ് ചരിത്രം. പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞപ്പാ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉപയോഗിക്കാൻ കൂടി പഠിക്കണം. അല്ലാണ്ട് കുറെ ഇരുന്ന് തിന്ന് തൂറിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ ചേട്ടാ, ഈ ലോകത്ത് ഒരുപാട് സന്തോഷവും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറച്ചെങ്കിലും അനുഭവിക്കണം. എനിക്കുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതിനുവേണ്ടി ഈ ഓട്ടം മുഴുവൻ ഞാൻ നടത്തിയത്. തോറ്റാലും വേണ്ടൂല, അത് ഞാൻ പൂർത്തിയാക്കും. ഞാൻ കൂടെ കാശും കെട്ടിപ്പിടിച്ചിട്ടിരുന്നു കൊള്ള പലിശക്കാരൻ. പരിഞ്ഞപ്പനോട് പോടാ. ആ ലോട്ടറി കിട്ടിയില്ലെന്ന് അറിഞ്ഞപ്പോ പുള്ളി മുങ്ങിയ. ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇവിടെ തന്നെ വല്ലയിടത്തൊക്കെ കാണും. വാ നോക്കാം, അവിടെ വല്ലയിടത്ത് നോക്കാം. നടക്ക്. ഏടാ പരിഞ്ഞപ്പൻ? പുള്ളി എന്താ മതം അറിയാം? പരിഞ്ഞപ്പാ പൊക്കോളം പറഞ്ഞ എന്തോ പ്രാർത്ഥനയിലാണ്. വാ 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 നടക്ക്. നോക്കി ഇതെന്താണ് പരിഞ്ഞപ്പനോട് സെമിനാറിൽ ചേർന്ന? ഇവന്റെ വീർഷേർപ്പ അപകടമൊന്നും കൂടാതെ തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് അവിടെ. ഞാനും അവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അവന് വേണ്ടിയല്ല, ഇവന് വേണ്ടി. ഇവന് വേണ്ടിയാ?